ഹലോ മക്കളെ, AKSTU അറിവിസം ക്വിസിൻ്റെ സ്കൂൾ തലം HSS വിഭാഗം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. LP മുതൽ HSS വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. മക്കൾ മുഴുവനായിട്ട് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഒരുപാട് ക്വിസ് വരാനുണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾ ഉപകാരപ്പെടും. ഒന്നാമത്തെ ചോദ്യം: വഴിയിലെ കൊച്ചു കാട്ടുപൂവിനും മുകളിലെ കിളിപ്പാട്ടിനും നന്ദി, മിഴികൾ പറ്റാത്ത കണ്ണുനീരിനും ഉയിരുണങ്ങാത്ത അലിവിനും നന്ദി. ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രകൃതിയുടെ സൗന്ദര്യത്തിനും മനുഷ്യൻ്റെ കരുണയ്ക്കും ഒരുപോലെ നന്ദി പറയുന്ന മനോഭാവം അവതരിപ്പിക്കുന്ന ഈ കവിത രചിച്ചതാര്? ആൻസർ സുഗതകുമാരി. 2. 2024 മികച്ച നടനുള്ള രജത കമലം കാർത്തിക് ആര്യനും മലയാളത്തിൻ്റെ മഹാനടനുമായ മമ്മൂട്ടിയും പങ്കിട്ടു. 2024 മികച്ച ഗായികക്കുള്ള 72ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ വൈക്കം വിജയലക്ഷ്മി. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റർ റോക്കറ്റായ വിക്രം-1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും 2026 ജൂലൈ 18 വിജയകരമായി വിക്ഷേപിച്ചു. ഈ ദൗത്യത്തിൻ്റെ പേരെന്ത്? ആൻസർ ആഗമൻ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ബ്യൂറോക്രസി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണല്ലോ. മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. 6. നീറ്റ് പരീക്ഷയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണല്ലോ. നീറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1891 ജനുവരി 1 തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ചരിത്രപ്രസിദ്ധമായ മലയാളി മെമ്മോറിയൽ നിവേദനം തയ്യാറാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനായിരുന്നു. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ രചിച്ചതും ഇദ്ദേഹമാണ്. ആരാണ് ആ വ്യക്തി? ആൻസർ CV രാമൻപിള്ള. നോവല് മാർത്താണ്ഡവർമ്മ. 8. 2026 ഫിഫ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ സ്പെയിൻ ടൂർണമെൻറ്റിൽ കളിച്ച 8 മത്സരങ്ങളിൽ ആകെ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയത്. ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനിനെതിരെ ആ ഗോൾ നേടിയത് ഏത് രാജ്യമാണ്? ആൻസർ ബെൽജിയം. 9. ശാസ്ത്രലോകത്ത് വിപ്ലവകരമായ മാറ്റം കുറിച്ച മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇലക്ട്രിക് വെഹിക്കിൾ എന്നിവയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായത് അവയുടെ ബാറ്ററികളാണ്. ഇത്തരം ബാറ്ററികളുടെ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ബാറ്ററി? ആൻസർ ലിഥിയം അയോൺ ബാറ്ററി. 10. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേരെന്ത്? ആൻസർ മിഷൻ സമുദ്ര. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ മിഷൻ സമുദ്രയെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് സ്വദേശ് മെഗാ ക്വിസ് നൽകാം കേട്ടോ. 11. 95 പേരുള്ള ഒരു വരിയിൽ രാജു മുന്നിൽ നിന്നും 31ാമതും ദാമു പിന്നിൽ നിന്ന് 28ാമതുമാണ് എങ്കിൽ രാജുവിൻ്റെയും ദാമുവിൻ്റെയും ഇടയിൽ എത്ര പേരുണ്ട്? ദാമുവിൻ്റെയും രാജുവിൻ്റെയും നമ്പറുകൾ കൂട്ടുക. 31 + 28 = 59. ഇനി ടോട്ടൽ എത്രയാണോ അതിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുക. 95 - 59 = 36. ആൻസർ 36. 12. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നർത്ഥമുള്ള സർവേ ഭവന്തു സുഖിന എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമായി അറിയപ്പെടുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 13. ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയതാര്? ആൻസർ വൈഭവ് സൂര്യവംശി. 14. കേരളത്തിൽ നിന്ന് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കലാരൂപമാണ് കൂടിയാട്ടം.
കേരളത്തിൽ നിന്ന് ഈ പട്ടികയിലേക്ക് രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട പരമ്പരാഗത അനുഷ്ഠാന കലാരൂപം ഏതാണ്? ആൻസർ മുടിയേറ്റ്. 5. നിയമസഭാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കാൻ ഗവർണർ ഒരംഗത്തെ താൽക്കാലികമായി സ്പീക്കറായി നിയമിക്കുന്നതാണ് പ്രോടേം സ്പീക്കർ. നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുക. 16-ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ആൻസർ ജി സുധാകരൻ. ആലപ്പുഴ MLA ആണ് അല്ലേ. ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലേ. ഡെപ്യൂട്ടി സ്പീക്കറോ? അതൊന്ന് മക്കൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ജില്ലയൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ജില്ലയിൽ നിന്ന് മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അറിയുന്ന മന്ത്രിമാർ. അതുപോലെ ജില്ലയൊന്ന് കമൻറ്റ് ചെയ്യാം. ജില്ല പാലക്കാടാണ്. പാലക്കാട് നിന്നുള്ള മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ്. 16. CRED എന്ന ആപ്ലിക്കേഷൻ്റെ സ്ഥാപകനാണ് കുനാൽ ഷാ. ഇദ്ദേഹം നിലവിൽ ഏതു പ്രശസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ CEO ആണ്? ആൻസർ വാട്സാപ്പ്. 17. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഒരു പക്ഷിയാണ്. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയായ ഏത് പക്ഷിയാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? ആൻസർ വേഴാമ്പൽ. കേരളത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രിയും 4ാമത്തെ മുഖ്യമന്ത്രിയുമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. ആരുടേതാണ്? ആൻസർ സി അച്യുതമേനോൻ. 19. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിലുള്ള ആത്മകഥ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഒരു ചലച്ചിത്ര നടൻ്റേതാണ്? ആരുടേതാണ്? ആൻസർ സലീം കുമാർ. 20. തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പദം തിരഞ്ഞെടുക്കുക. പതിവൃത്ത, നിഘണ്ടു, സൗഷ്ഠവം, സൃഷ്ടാവ്. ആൻസർ സൃഷ്ടാവാണ്. ഇനി ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്. പെട്രോളജി എന്നത് ശിലകളെക്കുറിച്ചുള്ള പഠനമാണ്. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓറോളജി. പെഡോളജി മണ്ണിനെക്കുറിച്ച്. 2. 100 രൂപ ഇന്ത്യൻ കറൻസിയുടെ പിറകിലായി രേഖപ്പെടുത്തിയ റാണി കി വാവ് എന്ന ചരിത്ര സ്മാരകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഗുജറാത്ത്. സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ട ദിനമായാണ് ആചരിക്കുന്നത്? ആൻസർ ദേശീയ എഞ്ചിനീയർ ദിനം. യന്ത്രങ്ങളുടെയും എഞ്ചിനുകളുടെയും പ്രവൃത്തി അളക്കുന്ന ഏകകമാണല്ലോ കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ട്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളാൽ അറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമാണ് മൗലികാവകാശങ്ങൾ. ഈ ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ആൻസർ USA. ഓക്കെ, മക്കൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.